ഇറാന്റെ പിന്തുണയുള്ള യമനിലെ ഹൂതികൾക്കെതിരെ അമേരിക്ക നേരിട്ട് ആക്രമണം നടത്തി. വ്യോമാക്രമണമാണ് അമേരിക്ക നടത്തിയത്. തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ആക്രമണം. പിന്നാലെ ഹൂതികൾ തിരിച്ചടിക്കുകയും ചെയ്തു. സംഘർഷത്തിൽ റഷ്യ ഇടപെടുന്നു. റഷ്യ അമേരിക്കയോട് കടുത്ത അമർഷം പ്രകടിപ്പിച്ചു എന്നാണ് റിപ്പോർട്ട്. ആക്രമണം ഉടൻ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് റഷ്യൻ വിദേശകാര്യമന്ത്രി യു.എസ്. സ്റ്റേറ്റ് സെക്രട്ടറിയുമായി ഫോണിൽ സംസാരിച്ചു. എന്തുകൊണ്ടാണ് റഷ്യ ഈ ആക്രമണത്തെ ഇത്ര ശക്തമായി എതിർക്കുന്നത്? കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മിഡിൽ ഈസ്റ്റ് മേഖലയിൽ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള സംഘർഷമാണ് ഇതിന് പ്രധാന കാരണം. പലസ്തീനിലെ ഗസയിൽ ഇസ്രായേലും ഇറാന്റെ പിന്തുണയുള്ള ഹമാസും തമ്മിൽ ദീർഘകാലമായി നിലനിന്ന സംഘർഷം യുദ്ധത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ഇസ്രായേൽ ഗസയിൽ 15 മാസം നീണ്ടുനിന്ന അതിക്രൂരമായ ആക്രമണമാണ് നടത്തിയത്. ആ യുദ്ധമാണിപ്പോൾ വെടിനിർത്തൽ കരാർ പ്രകാരം താൽക്കാലികമായി നിലച്ചത്. യുദ്ധത്തിനെതിരെ ഇറാൻ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഗസയിലെ ആക്രമണത്തിന് തിരിച്ചടിയായി ലെബനനിലെ ഹിസ്ബുള്ളയും യമനിലെ ഹൂതികളും ഇസ്രായേലിനെതിരെ അതിശക്തമായ ആക്രമണമാണ് നടത്തിയത്. ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകളാണിവ. ഇറാനാണ് ഈ ഗ്രൂപ്പുകളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന ആരോപണമാണ് ഉയരുന്നത്. അതായത് ഇറാൻ നേരിട്ട് ആക്രമിക്കാതെ ഈ വിമത ഗ്രൂപ്പുകളുടെ സഹായത്തോടെ ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ ആക്രമണം നടത്തുന്നു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതിൽ വസ്തുതയുമുണ്ട്. രണ്ട് ഗ്രൂപ്പുകളുടെയും ആക്രമണങ്ങൾക്ക് ഇസ്രായേൽ മറുപടി നൽകിയപ്പോൾ ഇറാൻ നേരിട്ട് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമിച്ചു. ഇതിനു മറുപടിയായി ഇസ്രായേൽ കഴിഞ്ഞ വർഷം ഇറാനിൽ അതിക്രമിച്ച് കയറി യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി. മിഡിൽ ഈസ്റ്റ് ഇപ്പോഴും സംഘർഷാവസ്ഥയിലാണ്. ഇസ്രായേൽ ഗസ യുദ്ധം നിർത്തിവെക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. പിന്നാലെ മേഖലയിൽ വെടിനിർത്തൽ നിലവിൽ വന്നു. ഇത് ക്രമേണ മേഖലയിൽ സമാധാനം കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഞായറാഴ്ച പൊടുന്നനെ ഹൂതികൾക്കെതിരെ അമേരിക്ക നേരിട്ട് ആക്രമണം നടത്തി. ട്രംപ് യു.എസ്. പ്രസിഡന്റായി അധികാരമേറ്റ ശേഷം ഹൂതികൾക്കെതിരെ നടത്തുന്ന ആദ്യ ആക്രമണമാണിത്. മാത്രമല്ല യു.എസ്. ഹൂതികൾക്കെതിരെ നടത്തുന്ന ഏറ്റവും ശക്തമായ ആക്രമണവുമാണിത്. ആക്രമണത്തിൽ അമേരിക്ക യുദ്ധവിമാനങ്ങളും ഒരു യുദ്ധക്കപ്പലും ഉപയോഗിച്ചു. അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ ഹാരിസ് ട്രൂമാൻ ചെങ്കടൽ പ്രദേശത്തായിരുന്നു. ഈ വിമാനവാഹിനി കപ്പലിൽ നിന്ന് മിന്നൽ വേഗത്തിൽ പറന്നുയർന്ന അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഹൂതി മേഖലകൾ ലക്ഷ്യമാക്കി ആക്രമിച്ചു. യമൻ തലസ്ഥാനമായ സനയെയും വടക്കൻ സാദാ മേഖലയെയും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ആക്രമണത്തിൽ 30 പേർ കൊല്ലപ്പെട്ടു, 100-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഹൂതികൾക്ക് നേരെയുള്ള യു.എസ്. ആക്രമണത്തിന്റെ പ്രധാന കാരണം അവർ യു.എസ്. കപ്പലുകൾക്ക് നേരെ നടത്തിയ ആക്രമണമാണ്. ഹൂതികൾക്കെതിരായ ആക്രമണത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രോഷാകുലനാണ് എന്നാണ് റിപ്പോർട്ട്. റഷ്യ അമേരിക്കയുമായി സംസാരിക്കുകയും ആക്രമണം ഉടൻ നിർത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് യു.എസ്. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി ഫോണിൽ സംസാരിച്ചു. ഹൂതികൾക്കെതിരായ ഈ ആക്രമണം ഉടൻ അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കണം. ഹൂതികളെ ആക്രമിക്കരുത്. ആക്രമണം ഉടൻ നിർത്തുക. ഇല്ലെങ്കിൽ അത് ചെങ്കടൽ മേഖലയിൽ കൂടുതൽ സംഘർഷങ്ങൾക്ക് കാരണമാകും. റഷ്യ മുന്നറിയിപ്പ് നൽകി. ഒരു ബന്ധവുമില്ലാത്ത റഷ്യ എന്തിനാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നതെന്ന ചോദ്യം ഉയരുന്നുണ്ട്. കാരണം റഷ്യയും യമനുമായി ദീർഘകാലമായി നല്ല ബന്ധമാണുള്ളത്. സാമ്പത്തികമായും സൈനികമായും ഇരു രാജ്യങ്ങളും തമ്മിൽ മികച്ച ബന്ധമാണ്. യമൻ കുഴപ്പത്തിലാകുമ്പോഴെല്ലാം റഷ്യ സഹായത്തിനെത്തിയിരുന്നു. റഷ്യ കുഴപ്പങ്ങൾ നേരിടുമ്പോൾ യമനും സഹായിക്കും. അടുത്തിടെ പോലും യുക്രൈനെതിരായ സൈനിക നടപടിയിൽ വിദേശ സൈനികരെ ഉൾപ്പെടുത്താൻ റഷ്യ തീരുമാനിച്ചിരുന്നു. ആ സമയത്ത് യമനിലെ ഹൂതികൾ റഷ്യയെ സഹായിക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു. മാത്രമല്ല ഹൂതികൾ റഷ്യയുമായി അടുത്ത ബന്ധമുള്ള ഇറാൻ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുമാണ്. ഈ കാരണങ്ങൾ കൊണ്ടാണ് ഹൂതികൾക്കെതിരായ ആക്രമണം ഉടൻ നിർത്തണമെന്ന് അമേരിക്കയോട് റഷ്യ ആവശ്യപ്പെട്ടിരുന്നത്.